Hi students, welcome back. അടുത്ത വർഷത്തെ നമ്മുടെ +2 ഫിസിക്സ് ഓരോ ചാപ്റ്ററും ഇതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ടോപ്പിക് വൈസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ജൂണിൽ നമ്മൾ ആ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഓസിലേഷൻ. ഓസിലേഷനില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സെക്കൻഡ് പെൻഡുലം? സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ സിമ്പിൾ പെൻഡുലം കേട്ടിട്ടുണ്ട്. സിമ്പിൾ പെൻഡുലത്തിന് തന്നെ സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത് എന്താണ്? ടൈം പീരീഡ് ഓഫ് എ പാർട്ടിക്കിൾ in simple harmonic motion t is equal to 2 pi into root of m by k. A simple pendulum executes simple harmonic motion. Why then the period of pendulum independent of mass? നമുക്ക് ഇവിടെ ഒരു സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നിട്ടുണ്ട്, അതിന്റെ ടൈം പീരീഡ് തന്നിട്ടുണ്ട്, അതിനകത്ത് മാസ് ഉണ്ട്. പക്ഷെ സിമ്പിൾ പെൻഡുലം സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്തിട്ടും അതിനകത്ത് ടൈം പീരീഡ് മാസുമായിട്ട് ഡിപ്പെൻഡൻസി ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? ഓക്കെ, അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. തേർഡ് ക്വസ്റ്റ്യൻ, what is the frequency of oscillation of a simple pendulum mounted in a lift which is accelerating downward with a is equal to g by 3 and freely falling? ഒരു സിമ്പിൾ പെൻഡുലം നമ്മൾ ഒരു ലിഫ്റ്റില് എന്തൊരും കെട്ടി തൂക്കിയിട്ടിട്ടുണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ലിഫ്റ്റ് ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ് വിത്ത് എ ഈസ് ഈക്വൽ ടു ജി ബൈ 3 ആണ്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി എന്താണ്? അതുപോലെ തന്നെ ഫ്രീലി ഫോളിംഗ് ആണെങ്കിൽ അതിന്റെ ഫ്രീക്വൻസി എന്താണ്? അപ്പൊ ടൈം പീരീഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൂന്നെണ്ണം. അപ്പൊ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സിമ്പിൾ പെൻഡുലത്തിന്റെ കേസില് ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു 2 pi into root of L by G. L ലെങ്ത് ആണ്, G എന്ന് പറയുന്നത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, നമുക്ക് അറിയാവുന്ന കേസാണ്. ഓക്കെ, ഇതാണ് ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം എന്ന് പറയാം. ഇനി സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് പെൻഡുലത്തിന്റെ കേസില് ടൈം പീരീഡ് 2 സെക്കൻഡ് ആയിട്ടുള്ള സെക്കൻഡ് പെൻഡുലം എന്ന് പറയുന്നത് ടി ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ് ആയിട്ടുള്ള പെൻഡുലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയാ? സെക്കൻഡ് പെൻഡുലം എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഈ ക്വസ്റ്റ്യനില് സെക്കൻഡ് പെൻഡുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം പീരീഡ് 2 ആയിട്ടുള്ള പെൻഡുലത്തെ നമ്മൾ എന്തെന്ന് പറയും? സെക്കൻഡ് പെൻഡുലം എന്ന് പറയും. ചിലപ്പോ നമ്മളോട് ചോദിക്കാം ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം എത്രയാണ്? ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം കാണണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ എന്ത് വരാം? ടി ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് കൊടുക്കുക. 2 ഈസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജി. 2 ക്യാൻസൽ, അപ്പൊ ഇവിടെ 1 വന്നു. അപ്പൊ നമുക്കൊന്ന് സ്ക്വയർ ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യാം? റൂട്ട് കളയാം. അപ്പോ 1 ഈക്വൽ ടു 1 സ്ക്വയർ 1 ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ലെങ്തിനെ ഒരു സൈഡിൽ മാത്രമായിട്ട് നിൽക്കുക. അപ്പൊ ജി ഇങ്ങോട്ട് പോരും. അപ്പോ ജി ഇസ് ഈക്വൽ ടു പൈ എൽ, പൈ സ്ക്വയർ എൽ, ദെൻ എൽ ഇസ് ഈക്വൽ ടു ജി ഡിവൈഡഡ് ബൈ പൈ സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ജിയുടെ വാല്യൂ നമുക്ക് 10 ആയിട്ട് എടുക്കാം. പൈ സ്ക്വയർ, പൈയുടെ വാല്യൂ 3.14 ആണ്. 3.14 ഇൻറ്റു 3.14 നമ്മൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9.8 ആ രീതിയിലേക്ക് വരും. ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റഡ് ടു 10. 10ലേക്കാണ്. ജിയുടെ വാല്യൂ 9.8 തന്നെയാണല്ലോ കിടക്കുക. അപ്പൊ പൈ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? അപ്രോക്സിമേറ്റഡ് ടു 10. അപ്പോ എത്രയായിട്ട് വരും? 1. അപ്പൊ എത്രയാണ്? 1 മീറ്റർ, അല്ലെങ്കിൽ നമുക്ക് പറയാം 100 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോ ലെങ്ത് എൽ ഇസ് ഈക്വൽ ടു 1 മീറ്റർ അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് പെൻഡുലം എന്താണെന്നുള്ളതാണ്. ഇനി ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം ചോദിക്കാൻ പാടില്ലായികയില്ല. അപ്പോ ലെങ്ത് ഓഫ് സെക്കൻഡ് പെൻഡുലം കണ്ടുപിടിക്കാനുള്ളത് മെത്തേഡ്. ഓക്കെ, നമ്മളോട് ചോദിച്ചിരിക്കുന്ന സെക്കൻഡ് ക്വസ്റ്റ്യനില് ടി ഇസ് ഈക്വൽ ടു 2 പൈ ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ.
എന്നാണ് തന്നിരിക്കുന്നത്. ഈ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്പ്രിങ്ങിന്റെ ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ഓഫ് സ്പ്രിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുവരും? നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. ടൈം പീരീഡ് ഓഫ് സ്പ്രിംഗ് ആണ് 2π × √m/k. സിമ്പിൾ ഹാർമോണിക് മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്പ്രിങ്ങിന്റെ കേസിൽ ടൈം പീരീഡ് = 2π × √m/k ആണ്. ഇനി സിമ്പിൾ പെൻഡുലം ആണെങ്കിൽ അതിന്റെ എന്തുവരും? 2π × എന്തുവരും? L/G. 2π × L/G. ഇതാണ് ടൈം പീരീഡ്. ഇത് സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പൊ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസില് നമുക്കറിയാം 2π × L/G ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരം? ടൈം പീരീഡ് മാസുമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടൈം പീരീഡ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യാം? ലെങ്ത് ഓഫ് ദ പെൻഡുലം, അല്ലെ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഈ രണ്ട് ഫാക്ടേഴ്സിനെയാണ് ടൈം പീരീഡ് എന്ത് ചെയ്യുന്നുള്ളൂ? ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ഏത്? സിമ്പിൾ പെൻഡുലത്തിന്റെ കേസ്. ഇത് നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ അത് പഠിക്കണം. ഓക്കെ, ടൈം പീരീഡ് ഓഫ് സിമ്പിൾ പെൻഡുലം നമുക്ക് ഇങ്ങനെ പറയാം. അപ്പൊ ഇൻഡിപെൻഡന്റ് ഓഫ് മാസ് ആണ്. ഇത് സ്പ്രിങ്ങിന്റെ കേസ്. ഓക്കെ, ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്പ്രിങ്ങിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താണ്, സിമ്പിൾ പെൻഡുലത്തിന്റെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്താണ്, സെപ്പറേറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ അതൊന്ന് നോക്കിക്കോളാം. സ്പ്രിങ് ചോദിച്ചാൽ ഇത് എഴുതുക, സിമ്പിൾ പെൻഡുലം ചോദിച്ചാൽ നമുക്ക് ഈ ആൻസർ എഴുതാം. ഇതിനകത്ത് തന്നെ തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലം നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഒരു ലിഫ്റ്റില് കെട്ടി തൂക്കിയിട്ടേക്കാണ്. ആ ലിഫ്റ്റ് താഴേക്ക് വരുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് G/3 ആണ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എത്രയാണ്? ഓക്കെ, ടൈം പീരീഡിന്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം 2π × L/G. ഇത് സാധാരണ കേസില് ഓക്കെ ടൈം പീരീഡിന്റെ ഇക്വേഷൻ ആണ്. ഇനി നമുക്കറിയാം ലിഫ്റ്റ് ഈസ് മൂവിംഗ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ ആണെങ്കിൽ റിസൾട്ടന്റ് ആക്സിലറേഷൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും? റിസൾട്ടന്റ് ആക്സിലറേഷൻ A' = G-A ആണ്. റിസൾട്ടന്റ് ആക്സിലറേഷൻ = G-A. ലിഫ്റ്റ് ഈസ് മൂവിംഗ് ഡൗൺ വിത്ത് ആൻ ആക്സിലറേഷൻ A = G/3 തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? A' = G-A, ലോസ് ഓഫ് മോഷൻ എന്നുള്ള ഇക്വേഷൻ. അപ്പൊ G-Aക്ക് പകരം G/3 കൊടുക്കാം. എത്ര വരും? 2G/3. അപ്പൊ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി Gക്ക് പകരം നമ്മൾ കൊടുക്കേണ്ട വാല്യൂ ഏതാണ്? 2G/3. അപ്പൊ പുതിയ ടൈം പീരീഡ് എത്രയായിട്ട് വരും? ടൈം പീരീഡ് T' = 2π × L/2G/3 അല്ലെ? /3 നമുക്ക് എന്ത് ചെയ്യാം? മേളിലേക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്തായി മാറി? 2π × 3L/2G. ഓക്കെ, ഇനി ഈ ലിഫ്റ്റ് തന്നെ എന്തുവരും? മൂവിംഗ് അപ്പ് ആണെങ്കിൽ, നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതാണ്. ഇനി മൂവിംഗ് അപ്പ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? വിത്ത് ആൻ ആക്സിലറേഷൻ A = G/3 ആണെങ്കിൽ A' = G-Aക്ക് പകരം എന്ത് കൊടുക്കാം? G+A. ഓക്കെ, മേളിലേക്ക് പോവുകയാണെങ്കിൽ G+A ആണല്ലോ റിസൾട്ടന്റ് ആക്സിലറേഷൻ. അപ്പൊ പ്ലസ് ചെയ്തിട്ട് ആൻസർ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ, ഫ്രീലി ഫോളിംഗ് ആണെങ്കിൽ A = എത്രയായിട്ട് വരും? ഇവിടെ നമുക്ക് എഴുതാം A = G. ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ A = G ആണ്. അപ്പൊ A' = എത്ര വരും? G - G = എത്ര വരും? 0. അപ്പൊ G - G 0 ആണെങ്കിൽ നമ്മുടെ ടൈം പീരീഡ് എത്രയായിട്ട് വരാം? 2π × L/0. ഇനി ക്വാണ്ടിറ്റി ബൈ 0 = നമുക്ക് എന്തെന്ന് പറയാം? ഇൻഫിനിറ്റി എന്ന് പറയാം. അപ്പൊ ടൈം പീരീഡ് എന്തായിട്ട് വന്നു? ഇൻഫിനിറ്റി. ഇപ്പൊ ടൈം പീരീഡിന്റെ ഇക്വേഷൻ രണ്ടെണ്ണത്തിന്റെയും കിട്ടി. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫ്രീക്വൻസി ആണ്. അപ്പൊ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. ഫ്രീക്വൻസി F = 1 ടൈം. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിട്ട് വരും? 1/ടൈം ആണ്. അപ്പൊ ഫ്രീക്വൻസി = 1/, അല്ലെ? 1/2π ×
3L/G. 3L/2G. അപ്പൊ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത 1/2π ഇൻറ്റു റൂട്ട് ഓഫ് അല്ലെ 2G ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ മേളിലേക്ക് നമുക്ക് എഴുതാം 2G ഡിവൈഡഡ് ബൈ 3L. അപ്പൊ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്ത് വന്നു? 1/2π ഇൻറ്റു റൂട്ട് ഓഫ് 2G ഡിവൈഡഡ് ബൈ 3L. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനില് നമ്മളോട് പറഞ്ഞിരിക്കുന്ന ടൈം പീരീഡ് ഇൻഫിനിറ്റി ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഫ്രീക്വൻസി എന്തായിട്ട് പറയാം? ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 1/∞. 1/∞ ഈസ് ഈക്വൽ ടു 0. അപ്പൊ ടൈം പീരീഡ് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെഴുതാം? ഫ്രീക്വൻസി നമുക്ക് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഓക്കെ, second question. A girl swinging on a swing in the sitting position. How will the time period of swing be affected if she stands up? Okay. അപ്പോ ഒരു പെൺകുട്ടി എന്ത് ചെയ്യാ? ഒരു ഊഞ്ഞാലിലിരുന്ന് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു ടൈം പീരീഡ് ഉണ്ടാവുമല്ലോ അല്ലെ? ഇനി ആ കുട്ടി എന്ത് ചെയ്യാണ്? സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഊഞ്ഞാലാടുകയാണെങ്കിൽ ആ കുട്ടിയുടെ ടൈം പീരീഡ് എത്രയായിരിക്കും? ടൈം പീരീഡ് കൂടുകയോ കുറയോ? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, സെക്കൻഡ് വൺ. എ മാൻ വിത്ത് എ റിസ്റ്റ് വാച്ച് ഓൺ ഹിസ് ഹാൻഡ് falls from the top of a tower. Does the watch give the correct time during free fall? Why? ഒരു ആള് റിസ്റ്റ് വാച്ച് എന്ത് ചെയ്യാണ്? മേളിൽ നിന്ന് താഴേക്ക് വീഴാണ്. അപ്പൊ താഴേക്ക് വീഴുന്ന സമയത്ത് കറക്റ്റ് ടൈം കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്ലിയർ ആവും എന്തുകൊണ്ടാണ് ടൈം പീരീഡ് എന്തുവരും, എങ്ങനെയാണ് എന്നുള്ള കേസ് നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ, അപ്പൊ ടൈം പീരീഡ് സിമ്പിൾ പെൻഡുലം കേസ് പോലെ തന്നെയാണ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L ഡിവൈഡഡ് ബൈ G. ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസില് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലെങ്ത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ രണ്ട് രീതിയിലുള്ള എക്സ്പ്ലനേഷനും തരാം. കൺസർവേഷൻ ഓഫ് ഒന്ന് ഓർമ്മ പുതുക്കവും കൂടെ ആവാലോ. I⍵ is equal to a constant. ഇതാണ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റം എന്ന് പറയാം. നമുക്ക് I1⍵1 is equal to I2⍵2. ഇത് സിറ്റിംഗ് പൊസിഷൻ ആണ്, ഇത് സ്റ്റാൻഡിംഗ് പൊസിഷൻ ആണ് അല്ലെ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to mr² എന്ന് നമുക്കറിയാം. മാസിന് വ്യത്യാസമില്ല. സിറ്റിംഗ് പൊസിഷൻ ആവുമ്പോ അല്ലെ, ഗ്രൗണ്ടിൽ നിന്നുള്ള റേഡിയസ് അല്ലെങ്കിൽ ഹൈറ്റ് എപ്പോഴും എന്തായിരിക്കും? കുറവാണ്. അപ്പോ ഇത് കുറവാകുമ്പോ I എന്തായിരിക്കും? കുറയും അല്ലെ? 6 കുറയും. സിറ്റിംഗ് പൊസിഷനിൽ 6 കുറവാണ്. അപ്പൊ I എന്ത് ചെയ്യും? കുറയും. I കുറയുകയാണെങ്കിൽ ഒമേഗ എന്ത് ചെയ്യും? കൂടും. അപ്പൊ സിറ്റിംഗ് പൊസിഷനിൽ ഒമേഗ ആംഗുലർ വെലോസിറ്റി എന്തായിരിക്കും? കൂടും. ഒമേഗ കൂടുതലാണ് അല്ലെങ്കിൽ ω1 കൂടുതലാണ്. ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് 2π/T എന്ന് എടുക്കാം അല്ലെ? ഒമേഗ കൂടണമെങ്കിൽ ടൈം പീരീഡ് എന്ത് ചെയ്തേ പറ്റൂ? കുറഞ്ഞല്ലേ പറ്റൂ. അപ്പൊ ടൈം പീരീഡ് കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് പറയുമ്പോൾ സ്റ്റാൻഡിംഗ് പൊസിഷൻ ആവുമ്പോ R എന്ത് ചെയ്യും? R ഇൻക്രീസ് ചെയ്യും. R കൂടി കഴിയുമ്പോൾ I എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ I ഇവിടെ എന്താണ്? കൂടുതലാണ്. അപ്പൊ ഒമേഗ എന്ത് ചെയ്യണം? കുറയണം. അപ്പൊ ω2 കുറയണമെങ്കിൽ 2π/T അല്ലെ? ടൈം പീരീഡ് എന്ത് ചെയ്തേ പറ്റൂ? കൂടിയേ പറ്റൂ. അപ്പൊ ഇവിടെ ടൈം പീരീഡ് എന്തായിരിക്കും? കൂടുതലാണ്. അപ്പൊ ആ ചാപ്റ്ററിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ആ ചാപ്റ്ററിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് വരണമെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് വളരെ സിമ്പിൾ ആണ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് L/G-ല് എന്തുവരും? സിറ്റിംഗ് പൊസിഷൻ വരുമ്പോ, സിറ്റിംഗ് പൊസിഷൻ ആണെങ്കിൽ സിറ്റിംഗ് പൊസിഷനില് L എന്താണ്? കുറവ്. L കുറയുമ്പോ ടൈം പീരീഡ് എന്ത് ചെയ്യും? ടൈം പീരീഡ് കുറവ്. ഓക്കെ,
അപ്പൊ ഇവിടെയും ടൈം പീരീഡ് കുറവല്ലായിരുന്നോ? ടൈം പീരീഡ് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? മൂവ് ചെയ്യും അല്ലെ? ഒരു പ്രാവശ്യം ആടി വരാൻ എടുക്കുന്ന ടൈം എന്തായിരിക്കും? കുറവാണ്. ഇനി സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുമ്പോ 2π ഇൻറ്റു റൂട്ട് ഓഫ് എൽ ബൈ ജിയില് എന്ത് വരും? സ്റ്റാൻഡിങ് പൊസിഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ലെങ്ത് കൂടുതലാണ്. ലെങ്ത് കൂടുമ്പോ എന്ത് വരും? ടൈം പീരീഡ് എന്ത് ചെയ്യും? കൂടും. ഓക്കെ, അപ്പോ എന്ത് വരും? ഒരു പ്രാവശ്യം ആടി വരാൻ എടുക്കുന്ന ടൈം പീരീഡ് എന്തായിരിക്കും? കൂടുതലാണ്. അപ്പൊ രണ്ട് രീതിയിലുള്ള എക്സ്പ്ലനേഷൻ പഠിക്കാം. ഈ ചാപ്റ്ററിനെ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ് വരണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതല്ല, കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിലും ഇത് വരാവുന്നതാണ്. അപ്പൊ കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെന്റത്തിൽ വരുമ്പോ ഈ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, റേഡിയസ് അല്ലെ, ഇരിക്കുന്ന പൊസിഷനിൽ 6 കുറവാണ്. 6 കുറയുമ്പോ ഐ കുറവാണ്. ഐ കുറഞ്ഞാൽ ഒമേഗ കൂടും. ഒമേഗ കൂടിയാൽ ടൈം പീരീഡ് എന്ത് ചെയ്യണം? കുറയണം. സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നേരെ ഓപ്പോസിറ്റ്. 6 സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിൽക്കുമ്പോൾ 6 കൂടുതലാണ്. 6 കൂടുമ്പോ ഐ കൂടും. മൊമെന്റ് ഓഫ് ഇനർഷ്യ കൂടുതലാണ്. അപ്പൊ ഒമേഗ കുറയണം. ഒമേഗ കുറയണമെങ്കിൽ എന്ത് ചെയ്തേ പറ്റൂ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π/t ആണ്. ടൈം പീരീഡ് കൂടിയേ പറ്റൂ. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓർത്തിരിക്കുക. നമ്മളോട് ചോദിച്ചിരിക്കുന്ന റിസ്റ്റ് വാച്ചിന്റെ കേസാണ്. റിസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? സ്പ്രിങ്ങിലാണ് അത് വർക്ക് ചെയ്യുക. അപ്പൊ ടൈം പീരീഡ് ഓഫ് സ്പ്രിംഗ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 2π ഇൻറ്റു റൂട്ട് ഓഫ് m/k ആണ് അല്ലെ? m/k ആണ്. മാസിന് ചേഞ്ച് ഇല്ല. k എന്ന് പറയുന്ന സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. അതും കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഒരു ഗിവൺ സ്പ്രിങ്ങിന് അത് കോൺസ്റ്റന്റ് ആണ്. മാസ് എന്ന് പറയുന്നതും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ടൈം പീരീഡിന് വേരിയേഷൻ വരാനുണ്ടോ? ഇല്ല. സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിലാണ് ഫ്രീ ഫോൾ ആണെങ്കിൽ ആക്സിലറേറ്റ് റിസൾട്ടന്റ് ആക്സിലറേഷൻ 0. അപ്പൊ ടൈം പീരീഡ് മാറുകയൊക്കെ ചെയ്യാം. ഓക്കെ, ഇത് റിസ്റ്റ് വാച്ച് ആണ്. റിസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്? സ്പ്രിങ്ങിലാണ് ഇത് വർക്ക് ചെയ്യുക. സ്പ്രിങ്ങിന്റെ കേസിൽ ടൈം പീരീഡ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അല്ലെ? മാസും കെയുമായിട്ടാണ് റിലേഷൻ ഉള്ളത്. എം എന്ന് പറയുന്ന മാസ് ഓഫ് ദ ബോഡി, കെ എന്ന് പറയുന്ന സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് ഒരു ഗിവൺ സ്പ്രിംഗിൽ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ടൈം പീരീഡിന് എന്ത് സംഭവിക്കില്ല? ടൈം പീരീഡിന് മാറ്റമൊന്നും സംഭവിക്കില്ല. അപ്പൊ അതെന്ത് ചെയ്യും? കറക്റ്റ് ടൈം തന്നെ പ്രൊവൈഡ് ചെയ്യും. തേർഡ് ക്വസ്റ്റ്യൻ, displacement of a simple harmonic motion is given by y is equal to 25 sin 100t. അല്ലെ? ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. മാക്സിമം വെലോസിറ്റി, മാക്സിമം ആക്സിലറേഷൻ, at what position kinetic energy becomes equal to potential energy. ഓക്കെ, അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്താന്നുള്ളതൊന്ന് നോക്കിയിരിക്കുക. അതുപോലെ തന്നെ അതിന്റെ ഓരോന്നിന്റെയും ഇക്വേഷൻ, വെലോസിറ്റിയുടെ ഇക്വേഷൻ, ആക്സിലറേഷന്റെ ഇക്വേഷൻ, അതുപോലെ തന്നെ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, അതിന്റെ ഇക്വേഷൻ നോക്കാം. പിന്നെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടല്ലോ, ആ ഗ്രാഫും കൂടെ നോക്കുക. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് ഉൾക്കൊള്ളിച്ച് ആൻസർ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ ഉണ്ട്. y is equal to 25 sin 100t. നമ്മുടെ ഇക്വേഷൻ എന്താണ്? y is equal to a sin omega t. ഇതിന്ന് തന്നെ എഴുതാം. ഇതാണ് ആംപ്ലിറ്റ്യൂഡ് ടേം. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് is equal to 25. ആംപ്ലിറ്റ്യൂഡ് a is equal to 25. ഓക്കെ, ഇപ്പോ സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യനില് എക്സ് ആൻഡ് വൈ ആർ ഇൻ സെന്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ വൈ ഈസ് ഇൻ സെന്റിമീറ്റേഴ്സ് എന്ന് തരികയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ ആണെന്ന് എഴുതാം. ഓക്കെ, മിക്കവാറും തന്നിട്ടുണ്ടാവും. അപ്പൊ എന്തുവരും? a is equal to 25 സെന്റിമീറ്റർ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെലോസിറ്റി, ആക്സിലറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വെലോസിറ്റിക്ക് നമുക്കറിയാം ഇക്വേഷൻ ഉണ്ട്. ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോ വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷെ നമുക്ക് മാക്സിമം വെലോസിറ്റി ആണ് വരേണ്ടത്. മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാ? ഇപ്പൊ നമ്മളൊരു സിമ്പിൾ ഹാർമോണിക് മോഷൻ എടുക്കുകയാണെങ്കിൽ അല്ലെ,
ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, മൂവ് ചെയ്തു. ഈ പൊസിഷനിൽ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0. ഇനി വെലോസിറ്റി എവിടെയായിരിക്കും മാക്സിമം? ഇവിടെയാണ് വെലോസിറ്റി എന്ത് ചെയ്യുക? മാക്സിമം ആയിട്ട് വരിക. വെലോസിറ്റി മാക്സിമം എന്ന് പറയുമ്പോൾ അത് ഏത് പൊസിഷനിൽ തന്നെയാ? മെയിൻ പൊസിഷനിൽ തന്നെയല്ലേ നിൽക്കുക. അപ്പൊ y ഈസ് ഈക്വൽ ടു എന്ത് വരും? 0. ഓക്കെ, അപ്പോ ഈ പൊസിഷനിലും വെലോസിറ്റി 0 ആണ്, രണ്ട് എക്സ്ട്രീം പൊസിഷനിലെ വെലോസിറ്റി 0 ആണ്. അപ്പൊ എന്ത് വരും? വെലോസിറ്റി മാക്സിമം വരുന്നത് മെയിൻ പൊസിഷനിലാണ്, ഈ പൊസിഷനിലാണ്. അപ്പൊ y ഈസ് ഈക്വൽ ടു 0. അപ്പൊ നോക്കിയേ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഒമേഗ. അപ്പൊ വെലോസിറ്റി മാക്സിമം എന്ന് പറയുന്നത് എ ഒമേഗയാണ്. അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു എയുടെ വാല്യൂ 25 ആണ്. 25 സെന്റിമീറ്റർ ഇൻറ്റു ഒമേഗ. ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ ടി ആണ്. അപ്പൊ ഇവിടെ അതുപോലെ തന്നെ എന്തോരം? 100t. അപ്പൊ ഒമേഗ ഈസ് ഈക്വൽ ടു 100. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? 2500. ഇത്രയും സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആണ്. എ ഈസ് ഈക്വൽ ടു 25 സെന്റിമീറ്റർ ആണ്. ഇത് സെന്റിമീറ്ററിലാണ്. അപ്പൊ എന്തോരം? 2500 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോ എങ്ങനെയാന്ന് മനസ്സിലായല്ലോ? വെലോസിറ്റിയുടെ ഇക്വേഷൻ പഠിക്കാം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ്. മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് y ഈസ് ഈക്വൽ ടു 0 അപ്പൊ y ഈസ് ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തെന്ന് കൊടുക്കാം? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ. അപ്പോ എ ഒമേഗ. അവിടെ നിന്ന് ഇക്വേഷൻ വാല്യൂ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ആൻസർ എടുക്കാം. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ മാക്സിമം ആക്സിലറേഷൻ എങ്ങനെയാണെന്നാണ്. നമുക്കറിയാവുന്നതാണ് ആക്സിലറേഷന്റെ ഇക്വേഷൻ. അപ്പൊ ആക്സിലറേഷൻ എ ഈസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ വൈ അല്ലെ. മാക്സിമം ആക്സിലറേഷൻ എവിടെയാ വരിക? നമ്മൾ പറഞ്ഞു സിമ്പിൾ ഹാർമോണിക് മോഷൻ പറഞ്ഞു. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ കേസിൽ ഇവിടെ വരുമ്പോ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഈ പൊസിഷനിലും വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ഇവിടെ വെലോസിറ്റി മാക്സിമം. ഓക്കെ, ഇനി മാക്സിമം ആക്സിലറേഷൻ വരുന്ന കണ്ടീഷൻ. മാക്സിമം ആക്സിലറേഷൻ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് y മാക്സിമം ആയിരിക്കുമ്പോഴാണ്. ഡിസ്പ്ലേസ് y എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം എവിടെയാ? ഇതല്ലേ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം. ആ മാക്സിമം ഡിസ്പ്ലേസ്മെന്റിനെ നമ്മൾ എന്തെന്ന് പറയും? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ, ആക്സിലറേഷൻ മാക്സിമം ആവണമെങ്കിൽ y എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. y മാക്സിമം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം. ഡിസ്പ്ലേസ്മെന്റ് മാക്സിമം ഏതാണ്? ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കൊടുക്കാം? മൈനസ് ഒമേഗ സ്ക്വയർ എ. ഒമേഗയുടെ വാല്യൂ നമുക്ക് അറിയാം. ഒമേഗ ഇസ് ഈക്വൽ ടു 100. അപ്പോ മൈനസ് എത്ര വരും? 100 സ്ക്വയർ. 100 സ്ക്വയർ ഇൻറ്റു എ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 25 സെന്റിമീറ്റർ. അപ്പൊ 25 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ നമുക്ക് എന്തെന്ന് എഴുതാം? മൈനസ് 100 സ്ക്വയർ ആണ്. 100 സ്ക്വയർ എന്ന് പറയുമ്പോ ഇൻറ്റു 25 അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 25,0,0,0 അല്ലെ. അത്രയും സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് പകരം എന്ത് എഴുതാം? സെന്റിമീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇല്ലെങ്കിൽ സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി? സോൾവ് ചെയ്താൽ മതി. അപ്പോ 2500 എന്ന് തന്നെ വരും. ഓക്കെ, ഇവിടെയും സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്ത് എഴുതാം. സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്തിട്ട് ആൻസറിലേക്ക് വരാം. അപ്പൊ ഇവിടെ എത്ര വരാം? സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 25 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ ഇവിടെ സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനെ കൺവേർട്ട് ചെയ്ത് വരുമ്പോൾ 10⁻² വരും. അപ്പൊ ഈ 0 പോവും. അപ്പൊ 25 മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതാം. ഇവിടെ ആണെങ്കിൽ എത്ര വരും? 2500 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോ മാക്സിമം ആക്സിലറേഷൻ എഴുതാം, മാക്സിമം വെലോസിറ്റി. വെലോസിറ്റി മാക്സിമം ആവുന്നത് മെയിൻ പൊസിഷൻ ആണ്. ആക്സിലറേഷൻ മാക്സിമം ആവുന്നത് ഡിസ്പ്ലേസ്മെന്റ് എവിടെയാണോ മാക്സിമം അവിടെയാണ് ആക്സിലറേഷൻ മാക്സിമം ആയിട്ട് വരിക. ഏത് പൊസിഷനിലാണ് കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിട്ട് വരിക?
സിമ്പിൾ ഹാർമോണിക് മോഷനിലെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഉണ്ട്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ആണ്. വെലോസിറ്റിയുടെ ഇക്വേഷൻ നമുക്കറിയാം, ഹാഫ് എം ഇൻറ്റു വെലോസിറ്റി v ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്കൊന്ന് സ്ക്വയർ കൊടുക്കാം, വി സ്ക്വയർ അല്ലേ. അപ്പൊ ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എടുക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ. എക്സ് ഓർ വൈ ഏത് വേണേലും എഴുതാം. അപ്പൊ ഹാഫ് എം ഒമേഗ സ്ക്വയർ വൈ സ്ക്വയർ, ഇതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ. ഇവിടെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇനി കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിട്ട് വരുന്നത് ഏത് പൊസിഷനിലാണ്? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും നമ്മൾ എന്ത് ചെയ്യുക? ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഈക്വൽ ടു ഹാഫ് എം ഒമേഗ സ്ക്വയർ ഇൻറ്റു വൈ സ്ക്വയർ. ഹാഫ് എം ഒമേഗ സ്ക്വയർ ക്യാൻസൽ. അപ്പൊ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് വരും? വൈ സ്ക്വയർ. ഓക്കെ, അപ്പോ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇവിടെ വൈ സ്ക്വയർ ഉണ്ട്, ഇത് മൈനസ് വൈ സ്ക്വയർ അപ്പുറം വരുമ്പോ പ്ലസ് വൈ സ്ക്വയർ. അപ്പൊ വൈ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 2y സ്ക്വയർ. അപ്പൊ എ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? സ്ക്വയർ റൂട്ട് എടുക്കാം. അപ്പൊ √2 ഇൻറ്റു വൈ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് എത്ര വരണം? ഏത് ആംപ്ലിറ്റ്യൂഡിലാണ്, അല്ലെങ്കിൽ y ഈസ് ഈക്വൽ ടു ഏത് ഡിസ്പ്ലേസ്മെന്റിലാണ്? y ഈസ് ഈക്വൽ ടു a ബൈ √2 അല്ലെ. a ബൈ √2 എന്ന് പറയുന്ന ആ ഡിസ്പ്ലേസ്മെന്റിലാണ് എന്ത് വരിക? കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആയിട്ട് വരിക. കൈനറ്റിക് എനർജിയുടെയും പൊട്ടൻഷ്യൽ എനർജിയുടെയും ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, രണ്ടിനെ ഇക്വേറ്റ് ചെയ്യുക, രണ്ടിനും ക്യാൻസൽ ആവുന്നതിനൊക്കെ ക്യാൻസൽ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ ആൻസർ ആയി. അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷനിൽ നമുക്ക് അറിയേണ്ട ഇക്വേഷൻസ് എല്ലാം ഓർത്തിരിക്കുക. എന്താണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പഠിക്കുക. എന്നിട്ട് കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വെലോസിറ്റി, ആക്സിലറേഷൻ, ഇത് നാലെണ്ണം ഓർത്തിരിക്കുക. Okay, that's all about today's portion. I think this topic is clear for you. Thank you.